ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി. ദേവസ്വം ജീവനക്കാരും പ്രതിപട്ടികയിൽ. കേസ് രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച്. ദേവസ്വം ഭാരവാഹികളും സ്മാർട്ട് ക്രിയേഷൻസും പ്രതിപട്ടികയിലില്ല. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ ഇന്നും കണക്കെടുപ്പ് തുടരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ സിഒയ്ക്കും സന്നിധാനത്തെത്താൻ നിർദ്ദേശം. ഓപ്പറേഷൻ നുങ്കൂറിൽ പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാനായി കസ്റ്റംസിന് അപേക്ഷ നൽകാൻ ഒരുങ്ങി നടൻ ദുൽഖർ സൽമാൻ. ഓപ്പറേഷൻ നുങ്കൂറിൽ പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാനായി കസ്റ്റംസിന് അപേക്ഷ നൽകാൻ ഒരുങ്ങി നടൻ ദുൽഖർ സൽമാൻ. നീക്കം ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെ വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങൾ കൂടുതൽ പിടിച്ചെടുക്കാൻ ഒരുങ്ങി കസ്റ്റംസ്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലമ്പിക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. നടപടിയില്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനം. പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി LDF. പേരാമ്പ്രയിലെ UDF പ്രതിഷേധ യോഗത്തിനിടെ നടന്ന സംഘർഷത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തത് 326 പേർക്കെതിരെ. അന്യായമായി സംഘം ചേർന്നെന്നും പ്രകോപന മുദ്രാവാക്യം വിളിച്ചെന്നും FIR. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 15 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അഫ്ഗാൻ പാക് അതിർത്തിയിൽ സുരക്ഷാ സേനകളുടെ ഏറ്റുമുട്ടൽ. പാകിസ്ഥാൻ സൈനിക ഔട്ട് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി താലിബാൻ. ആക്രമണം കുനാർ, ഹെൽമണ്ട് ഉൾപ്പെടെ 6 പ്രവശ്യകളിൽ. സംഘർഷത്തിൽ 12 പാകിസ്ഥാൻ സൈനികർ മരിച്ചതായി വിവരം. തിരിച്ചടിച്ചെന്ന് പാകിസ്ഥാൻ. ഗാസയിലുള്ള ബന്ദികളെ തിങ്കളാഴ്ച മുതൽ മോചിപ്പിക്കുമെന്ന് ഹമാസ്. കരാറിന്റെ ഭാഗമായി 2000-ഓളം ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ട്രംപ് ഇസ്രായേലിലേക്ക്. ട്രംപിന് നന്ദി പറഞ്ഞ് ടെൽ അവീവിൽ കൂറ്റൻ റാലി. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഐറിഷ് പടയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ. വിജയം എതിരില്ലാത്ത ഒരു ഗോളിന്. ഗോൾ നേടിയത് റൂബൻ